ബ്രെഡ് വെച്ച് ചെയ്യാൻ പറ്റുന്ന 3 ഈസി റെസിപ്പീസാണ് ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു മുട്ട ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് പോർഷനാണ്, അത് കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക്, ക്യാപ്സിക്കം, തക്കാളി, ഇതെല്ലാം ഓരോ ടീസ്പൂൺ വെച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ്, വെജിറ്റബിൾസ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ ക്യാരറ്റോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 സ്ലൈസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ സൈഡൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അതിന് മുകളിലേക്ക് ചീസ് വെച്ച് കൊടുക്കാം. ചീസ് സ്ലൈസ് ആയിട്ടുള്ള ചീസാണ് എടുത്തിരിക്കുന്നത്. പിന്നെ മറ്റൊരു സ്ലൈസ് കൊണ്ട് നമുക്കത് നന്നായി കവർ ചെയ്തെടുക്കാം. ഇനി ഒരു പാനിൽ ബട്ടർ പുരട്ടി നമുക്കിത് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഈ ബാറ്ററിൽ നമുക്ക് ബ്രെഡ് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് മുട്ട ബാക്കിയുള്ളത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ ഈസി ആയിട്ടുള്ളതും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഫ്രഞ്ച് ടോസ്റ്റാണിത്. നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊന്ന് ഇനി പ്രസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആ ചീസെല്ലാം നന്നായി മെൽറ്റായിട്ട് ബ്രെഡിലേക്ക് യോജിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 2 വശവും നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. വളരെ സോഫ്റ്റാണ് ഈ ബ്രെഡ്. അകത്ത് ചീസെല്ലാം മെൽറ്റായി നല്ല ടേസ്റ്റി ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഒരു ബൗളിലേക്ക് 2 മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു നുള്ള് ഉപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഇതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് നമുക്ക് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് സിനമൺ പൗഡറോ വാനില എസൻസോ നിങ്ങൾക്ക് ഇഷ്ടം എന്താണോ അതനുസരിച്ച് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് ഒരു 1/2 കപ്പ് പാലാണ്. അതുകൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് പാൽ ഇത്രയും ചേർക്കണമെന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി ചേർത്താലും മതി. ഇനി ഒരു ബ്രെഡ് ഞാനിങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിൻ്റെ അടപ്പ് വെച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിൻ്റെ മുകളിലായിട്ട് ന്യൂട്ടെല്ല തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ മറ്റൊരു സ്ലൈസ് വെച്ച് നമുക്ക് കവർ ചെയ്യാം. ഇതുപോലെ തന്നെ നമുക്ക് ഇനി ഒരു പാത്രത്തിൽ ബട്ടർ തേച്ചതിന് ശേഷം ഈ ബാറ്ററിൽ ആ ബ്രെഡ് മുക്കി നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു വശമായിട്ടുണ്ട്, നമുക്ക് മറിച്ചിടാം. ഇനി നമുക്കിത് എടുത്തു മാറ്റാം. ഇനി നമ്മൾ ആദ്യം എടുത്തിരുന്ന അതേ ബാറ്ററിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം ന്യൂട്ടെല്ല തേച്ചിരുന്നത് കൊണ്ട് മധുരം അത് മതിയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അത്രയും കുറവിട്ടത്. ഇനി നമുക്ക് ഒരു ബ്രെഡിൻ്റെ സ്ലൈസ് ഈ ബാറ്ററിൽ മുക്കി നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു വശമായി കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിലെല്ലാം വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന 3 തരം ഫ്രഞ്ച് ടോസ്റ്റുകളാണ് ഞാനിവിടെ ചെയ്ത് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.